നമസ്കാരം. അപ്പോൾ ഈ പച്ചക്കറി ഞാനൊരു ദിവസം ഈ വീഡിയോ കാണിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു പണ്ട് മുന്നേ ഉള്ള ഒരു ഏർപ്പാടാണ്, പച്ചക്കറി ആയി വരുന്നേ ഉള്ളൂ. പക്ഷേ നല്ല കയ്പ. എന്നിപ്പോൾ നമുക്ക് കുറച്ച് ഈ ബക്കറ്റിൽ 4 കയ്പ വള്ളി മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സാധനം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ കയ്പ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഈ കുത്തിക്കട്ടണം. ഇതുപോലെ അടിഭാഗം തുറന്ന് വെച്ചിട്ട് ഈ ഒന്നും കുത്തിപ്പോകാതിരിക്കണമെങ്കിൽ ഇതുപോലെ പേപ്പർ കുത്തിക്കട്ടണം. അപ്പോൾ കുത്തിപ്പോവില്ല. അടിഭാഗം തുറന്ന് വെക്കാം. അതാണ് അതിൻ്റെ രീതി. പയർ ഞാൻ പറഞ്ഞു, പേരിപ്പോൾ നമ്മൾ ഏകദേശം പരിചരണം കൊടുത്ത് രക്ഷപ്പെടുത്താണ്. ഇപ്പോൾ ഉൽപ്പാദനം നിന്നുപോയി. ഇനി ഇനി പച്ചമുളക് വേണ്ടോ? ഈ പച്ചമുളക് നന്നായിട്ട് ഇപ്പോൾ 4 എണ്ണം, 1ൻ്റെ മുകളാണ് ഇപ്പോൾ നന്നായിട്ട്. മറ്റുള്ളത് ഇപ്പോൾ അതിൻ്റെ പൂപ്പൽ വന്നപ്പോൾ അതിന് ചികിത്സ കൊടുത്ത് വേപ്പെണ്ണ കൊടുത്തപ്പോൾ അത് നന്നായി വന്നു. ഇപ്പോൾ പച്ചമുളക് നിറയാം. നമുക്ക് ഇഷ്ടംപോലെ. ഇപ്പോൾ വീഡിയോഗ്രാഫർ വരാൻ ഇപ്പം വൈകിപ്പോയതാണ്. പച്ചമുളക് ഇതിൻ്റെ ഒരു മുളക് എന്ന് പറിച്ചതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ പറിക്കാനാണ്. നമ്മൾ പറിക്കാൻ നോക്കുകയാണെങ്കിൽ കൂട്ട മുളക് തന്നെ ഇതിൻ്റെ മുകളിൽ ഇനിയും പറിക്കാനുണ്ട്. നല്ല നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ചീര ഉണ്ട് അവിടെ പറിക്കാൻ. ചീര പിന്നെ കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നമുക്ക് വഴുതിന നല്ല പ്രൊഡക്ഷനാണ് വഴുതിന. പക്ഷെ ഒന്ന് നനച്ച് കൊടുക്കണം. വഴുതിന ഇവിടെ വലിപ്പം കൂടിപ്പോയി. ഞാൻ ഇന്നലെ ഒരു ദിവസം പറിക്കാൻ വൈകുമ്പോഴത്തേക്ക് വലിപ്പം കൂടി. നമുക്ക് ഏകദേശം ഒന്ന് വഴുതിന് ഏകദേശം എല്ലാ ദിവസവും 2-3 എണ്ണം ഉണ്ടാവും. ഇത് ഒരു ദിവസം തന്നെ പറിക്കാതിരുന്നുകൊണ്ടാണ് എണ്ണം കൂടിയത്. കണ്ടോ, നല്ല വലിപ്പമുള്ള വഴുതിനയാണ്. ഇനി വെണ്ട വേഗം വെണ്ട ഈ തണ്ട് തുറപ്പനാണ് ഈ വെണ്ടയ്ക്ക് ഒരു പ്രധാന പ്രശ്നം. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, നമ്മളതിൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഇത് കീറിയിട്ട് ഇതിൻ്റെ തണ്ട് തുറപ്പൻ ഒഴിവാക്കിയാൽ നല്ല ഉൽപ്പാദനം കിട്ടും. നമുക്ക് ചീര വേഗം മുറിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് പൂത്തു പോകും. ഒന്ന് പൂത്താൽ എല്ലാം കൂടെ പോകും. അതുകൊണ്ട് നമ്മൾ വേഗം കള കറിയുന്നുണ്ട്. നോമ്പായതുകൊണ്ട് കള പറിക്കാനൊന്നും ഇതാകണം. ഏകദേശം ഒരു 1/2 കിലോയിൽ മേലെ ശുദ്ധമായ, ഒരു കീടനാശിനിയും പ്രയോഗിക്കാത്ത ശുദ്ധമായ ചീര നമുക്ക് കഴിക്കാൻ സന്തോഷമാണ്. നമ്മൾ തന്നെ ഉണ്ടാക്കി ഇന്നത്തെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പെയിൻറ്റ് ബക്കറ്റിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് തന്നെ ഞാൻ തന്നെ ഉണ്ടാക്കുന്നത്, ഒരാളുടെയും സഹായം ഇല്ലാതെ. എന്തൊക്കെ രാഷ്ട്രീയം എന്തൊക്കെ ഉണ്ടെങ്കിൽ ഇതെൻ്റെ ഒരു ആചാരം പോലെ ചെയ്ത പ്രവർത്തനമാണ്. രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്, സ്കൂളിൽ പോകും, മറ്റു പ്രവർത്തനം നടത്തും. പക്ഷേ രാവിലെ എൻ്റെ പച്ചക്കറിക്ക് പരിചരണം കൊടുക്കാതെ എങ്ങോട്ട് പോവില്ല. നനയ്ക്കും, അത് വളർത്തും, അത് പറിക്കും, അത് കഴിക്കും. എല്ലാവരും വീട്ടിലൊരു ചെറിയ അടുക്കളത്തോട്ടം ഉണ്ടാക്കണം. അതൊരു പ്രോത്സാഹനമാണ്. അത് ജൈവ പച്ചക്കറി തന്നെ ഉണ്ടാക്കണം നമുക്ക് കഴിക്കാൻ.
നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഈ റംസാൻ എൻ്റെ വീട്ടിൽ പച്ചമുളക് വാങ്ങിയിട്ടില്ല. പിന്നെ ഉപ്പേരിക്ക് ഇങ്ങനത്തെ ഐറ്റംസ് ചിലവ് കുറവാണ്. ഇനി റംസാൻ കഴിയുമ്പോഴാണ് കൂടുതൽ ചിലവ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇപ്പോൾ കുറേ ആയി പച്ചക്കറി വാങ്ങിയിട്ട്, സവാള അങ്ങനത്തെ ഐറ്റംസ് അല്ലാതെ മറ്റൊക്കെ നമുക്ക് ഉൽപ്പാദനം തന്നെ ഉണ്ട്. ഇനിയും ഐറ്റംസ് വേറെ ഉണ്ടാക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ഉള്ള പരിമിതിയിൽ എല്ലാം ഉണ്ട്. എല്ലാവരും ഇതൊരു പ്രേരണയായിട്ട് അതിനാണ് വീഡിയോ ഇടുന്നത്. എല്ലാവരും തുടങ്ങണം പച്ചക്കറി. നന്ദി, നമസ്കാരം.